ഹലോ നമസ്കാരം. എൻ്റെ വീഡിയോ കണ്ടെന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും ഇനി പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നവർക്കും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആമുഖമായിട്ട് പറയുന്നു ഇതൊരു മന്ത്രത്തിനെ കുറിച്ചാണ്, കുറച്ച് മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താ അങ്ങനെ പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ പല വീഡിയോസും ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ആമുഖം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ മന്ത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മന്ത്രം എന്നാൽ മനസ്സിനെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. മന്ത്രം ജപിക്കുമ്പോൾ മനഃശക്തി വർദ്ധിക്കുന്നു എന്നാണ് സംഭവിക്കുന്നത്. പിന്നെ മന്ത്രങ്ങളുടെ മാതാവ് ഗായത്രി മന്ത്രമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ പറയാൻ വരുന്നത് പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല, ഞാനും നിങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മന്ത്രജപത്തിൻ്റെ ഇത് പറയുമ്പം അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് പേടിക്കുന്ന ആളുകൾ വളരെ പേടിച്ചുകൊണ്ട് നിൽക്കണോ അതിലേക്ക് ഇടപെടേണ്ട. ആർക്കും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ വിസ്തരിച്ച് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തും പല കാര്യങ്ങളും നിൽക്കുന്ന ആളുകൾക്ക് എൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ആദ്യമായി പറയും നമ്മൾ ദുരിതത്തിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നിൽക്കുന്ന ഒരു മന്ത്രമാണ്. മന്ത്രം ശിവഭഗവാന്റെ മന്ത്രമാണ് നമുക്ക് ആപത്തുകളിൽ രക്ഷപ്പെടാൻ. പിന്നെ ഏത് സമയത്തും ജപിക്കാൻ പറ്റി എൻ്റെ കണക്കിൽ അത് അങ്ങനെ തന്നെ, അതാണ് എൻ്റെ ശരി. അത് നിങ്ങൾക്കും പ്രായോഗിക തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. മൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകവ്യബന്ധനാൽ മൃത്യോർമുക്ഷേ യമാമൃതാൽ. അപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം രോഗങ്ങൾക്ക്, അസുഖങ്ങൾക്ക്, നമ്മളെ കാലക്കടലിൽപ്പെട്ട് കളിക്കുമ്പോൾ ഏത് ആപത്തുകളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഉറപ്പ്. രണ്ടാമത്തത് ദോഷങ്ങളില്ലാത്തവരാരുമില്ല. ആത്യന്തികമായി പുറത്തുനിന്ന് ദോഷമെന്ന് പറയും, കർമ്മഫലം എന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും ചതുർദോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളില്ലാന്നും പറ്റുകയില്ല. മനുഷ്യനെ ദ്രോഹിക്കുക, മനുഷ്യൻ്റെ മനസ്സ് നന്നാവണ്ടേ. എല്ലാവരും മോശക്കാരാവുന്നതല്ല. അങ്ങനെ നല്ല മനസ്സിൽ വിപരീത ചിന്തി, നെഗറ്റീവ് ബുദ്ധിയും മറ്റുള്ളവരെ തകർക്കണം എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നരസിംഹ മന്ത്രം, നരസിംഹ ഗായത്രീൻ്റെ നരസിംഹ മന്ത്രമാണ്. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. അപ്പോൾ രണ്ടെണ്ണമായി. ഇനി നമ്മുടെ യാത്രാവേളകളിൽ നമ്മൾ ദുരിതങ്ങളിൽ കെട്ടും മുട്ടും, ചിലർ കെട്ടുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ ദുരിതങ്ങൾക്ക് മോചനം മഹാവിഷ്ണു. നമ്മൾ യാത്രകളിലൊക്കെ സ്പീഡ് പോരായ എല്ലാ മുടക്കുകളും നമ്മൾ പ്രകാശവേഗത്തിലാണ് ഗരുഡ ഭഗവാൻ സഞ്ചരിക്കുക എന്ന് പറയുക. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഗരുഡ ഭഗവാന്റെ ഗരുഡ ഗായത്രി. ഓം തത്പുരുഷായ വിദ്മഹേ സുവർണപക്ഷായ ധീമഹി തന്നോ ഗരുഡ പ്രചോദയാത്. അപ്പോൾ ഗരുഡ ഗായത്രി. പിന്നെ നമുക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് എല്ലാം നല്ലതാണ്. ശത്രുദോഷത്തിനും നമ്മൾ പറയുമ്പോൾ ഇത് ഗരുഡ ഭഗവാൻ, മറ്റേ ഹനുമാൻ സ്വാമി, ഗണപതി, ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റേതല്ലാത്ത വേറെ തരത്തിലുള്ള മുഖങ്ങളുടെ ദൈവങ്ങളുടെ ശക്തി കൂടുകയെന്ന് പറയാം വല്ലും. പിന്നെ അപ്പം ഗരുഡ ഭഗവാന്റെ മന്ത്രം കഴിഞ്ഞു. പിന്നെ ഹനുമാൻ സ്വാമിയുടെ വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമസ്തുതേ. ഹനുമാൻ സ്വാമീൻ്റെ മന്ത്രം ജപിച്ചാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും, ശത്രുദോഷമൊക്കെ മാറും. പിന്നെ ഭഗവതീൻ്റെത് അതങ്ങനെ തുടങ്ങി ഞാൻ പഠിച്ചത് മുതൽ. എന്നാൽ കൂടി ഭഗവതീൻ്റെ ഒരു ഭദ്രകാളീൻ്റെ ഗായത്രി മന്ത്രം. സുബ്രസുതായ വിഘ്നസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഹ്രീ യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സർവസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ സ്വാഹ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മന്ത്രങ്ങൾ ജീവിതത്തിൽ വീണ്ടും ഇത് വിനിയോഗിക്കുക. പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. പിന്നെ എല്ലാവർക്കും മനഃശാന്തി വേണം. ഇതുകൊണ്ട് മനഃശാന്തി ഉണ്ടാവില്ല. ഓരോ സമയങ്ങളിൽ മനുഷ്യനാണ് കുറേ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഗായത്രി മന്ത്രം വെച്ചാൽ മനസ്സ് ശാന്തമായ മന്ത്രങ്ങളുടെ മാതാവുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇനി ചിലർക്ക് തോന്നുകയാണ് ഇതൊക്കെ പ്രശ്നങ്ങളായി. അപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് കുറേ പറയുന്ന കേട്ടോ, തോന്നുകയാണ്.
അപ്പോൾ നമുക്കിത് ആ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ മനസ്സിനെ മാറ്റിയും കൊണ്ട് സൂര്യഗായത്രി നിങ്ങൾക്ക് ജപിക്കാം. അതിൽ പല നിഷ്ഠകളും പറയുന്നത് ആ നിഷ്ഠയൊന്നും പറയില്ല, കഴിയും നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കുക. ഏത് മന്ത്രങ്ങളും നല്ല, ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും അതിൽ കുറേ മനുഷ്യൻ്റെ മനസ്സാണ്. അപ്പം ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വാ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. ഇനി പിന്നെ 2-3 അർത്ഥങ്ങളും കൂടെ പറഞ്ഞ് ഇവിടെ നിർത്താം. നമശിവായ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അങ്ങനെ സങ്കല്പത്തിൽ വരുമ്പോൾ ശിവനല്ലാത്ത ഒന്നുമില്ല പ്രകൃതിയിൽ, അതാണ് നമശിവായ. ശിവ എല്ലാത്തിനെയും നമിക്കുന്നു. നാരായണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയിൽ സഞ്ചരിക്കുന്നു, നാരത്തിൽ അയനം ചെയ്യുന്നവൻ. അപ്പോൾ അതിന് ബൃഹത്തായ അർത്ഥങ്ങളാണ്. കാളി എന്ന് പറഞ്ഞാൽ ക്രിയാശേഷിയാണ് കാണിക്കുന്നത്. പിന്നെ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ. സ്വർഗം മനസ്സിൽ നിലവാരമെന്നല്ല സിദ്ധർഷി പുങ്കവർ പണ്ടു ചൊല്ലി, തീരെ വികുണ്ഠിതാമില്ല മനസ്സിൻ്റെ പേരല്ല വൈകുണ്ഠം എന്ന് ചൊല്ലി. അപ്പോൾ ദുഃഖമില്ലാത്ത അവസ്ഥ, ദുഃഖമില്ലാത്ത അവസ്ഥ വന്നാൽ അത് തന്നെയാണ് വൈകുണ്ഠം. അപ്പോൾ അത്രയൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട് ഓരോന്നിലേക്ക്. അപ്പോൾ നമ്മൾ പറയും പോലെ ഇതൊന്നും ചെറുതായി കാണണ്ട, ഒക്കെ വളരെ വളരെ വലുതായ അർത്ഥങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ സംവദിക്കാം. ഓക്കെ.